നമുക്കിന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് മിൽക്ക് റോൾ അല്ലെങ്കിൽ ഒരു മിൽക്ക് ബൺ ഉണ്ടാക്കാം. ഈ ബണ്ണിൽ കുറച്ച് കണ്ടൻസ് മിൽക്കും ബട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ടൈപ്പ് ക്രീം ബണ്ണ് പോലെ ആകും. ഇത് അസാധ്യ ടേസ്റ്റാണ്. കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിയും നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും ഒരു 1/4 കപ്പ് മിൽക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് ഇത് ഡിസോൾവ് ആവണം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഇടുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ സോൾട്ട് എന്നിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് മൈദ 2 കപ്പ് മൈദ ആഡ് ചെയ്യുക. എന്നിട്ടൊരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചൊരു മാവ് പരുവാക്കണം. ഒരു ഡോ നീഡർ ഉണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും. കൈ വെച്ച് കുഴച്ചാലും മതി. കുറച്ച് സമയം കുഴച്ചാലാണ് നല്ല മയത്തിൽ വരത്തുള്ളൂ. ഇതുപോലെ അത്യാവശ്യം അയഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൻ്റെ ഈ സൈസിൻ്റെ ഒരു ഡബിൾ സൈസ് ആവുന്ന വരെ വെക്കണം. അതൊരു 1 മുതൽ 2 മണിക്കൂർ വരെ വെച്ചാൽ മതി. ഓരോ സ്ഥലത്തെയും ടെമ്പറേച്ചർ അനുസരിച്ച് അതിന് വേരിയേഷൻ വരും. സോ നമുക്കിത് 2 മണിക്കൂറോളം വെക്കാം. മാവ് ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ച് മൈദ കൂടി തൂവിയിട്ട് ഒന്നുകൂടി ഒന്ന് അയച്ചെടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കും. ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കും. എന്നാലാണ് ഈവൻ ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലൊന്ന് ഒരു പീസ് എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ബോൾ പോലെ ആക്കി ഷേപ്പ് പോലെ ആക്കിയെടുക്കുക. അതായത് ഒരു ബണ്ണിൻ്റെ ഷേപ്പ് പോലെ ആക്കിയെടുത്ത് എല്ലാം ഇങ്ങനെ വെക്കുക. ഇപ്പോൾ ഇതൊരു 12 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇത്ര മാവിൽ നിന്ന് 12 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇതും കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു അരമണിക്കൂർ കൂടി ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ച് ഡബിൾ സൈസായിട്ട് വരും. നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ മേലെ കുറച്ച് ഫ്ലോർ കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 170 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ മേലെ വേണമെങ്കിൽ എഗ് വാഷ് ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മൾ ഫ്ലോർ സ്പ്രിങ്കിൾ ചെയ്തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നന്നായിട്ട് ബേക്കായി വരുന്നുണ്ട്, പൊന്തി വരുന്നുണ്ടോ. സോഫ്റ്റ് മിൽക്ക് റോൾസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് മെൽറ്റഡ് ബട്ടർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ആണ് അന്നേരം. എന്നിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്കും ബട്ടറും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്ത് വെച്ചത് നമ്മൾ തേച്ച് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഈ ബണ്ണൊന്ന് 2ആയിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ നടുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും ബട്ടറും കൂടെ മിക്സ് ചെയ്തത് വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കിയാലുണ്ടല്ലോ നമ്മുടെ ക്രീം ബണ്ണ് പോലും തോറ്റുപോകും. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത്. സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റും. അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതൊരു പീസും കൊടുത്ത് ഒരു പാലോ അല്ലെങ്കിൽ ഒരു മുട്ടയോ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നിൻ്റെ ആവശ്യം തന്നെയില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബൺ അല്ലെങ്കിൽ ബ്രെഡ് ഏതൊക്കെ സംഭവങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇതാകുമ്പോൾ നമുക്ക് ഒതൻറ്റിക്കായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചോയ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ.